സോ വെൽക്കം ഓൾ ടു ഷാസ് ക്രിയേറ്റീവ് സ്പേസ്. ഇന്നൊരു ഭയങ്കര ദിവസമാണ്. നമ്മൾ ഒരു സ്ഥലത്ത് പോയി. എവിടെ? കഥകളി കാണാൻ. അപ്പോൾ കഥകളിയുടെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെയാണ്. തിരുനോട്ടം എന്നുള്ള ഒരു ഓർഗനൈസേഷൻ കമ്മിറ്റി ഉണ്ട്, നമ്മുടെ ഗൾഫിലുള്ള ഓർഗനൈസേഷൻ കമ്മിറ്റിയാണ്. അവരുടെ അണ്ടറിൽ ചെയ്യുന്ന ഒരു കഥകളി പെർഫോമൻസ് ആയിരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലായിരുന്നു. അപ്പോൾ എന്താണ് കഥ? കീചകവധം. ഞാനിത് ഇംഗ്ലീഷിൽ പറയാം. കീചകവധം, or spelled as Kijagavada, is a famous Kathakali play based on an episode from the Mahabharata where Bhima, one of the Pandava brothers, kills Kijaga. Kijaga, the commander-in-chief of the Malsya kingdom, was killed by Bhima for harassing Draupadi, who was in disguise as Sairendri. The play is renowned for its dramatic portrait of the conflicts and Bhima's powerful act of vengeance. Now, ഇതൊരു ക്രൈസ്റ്റ് കോളേജിൽ ഞാൻ പോയതാണ്. അപ്പോൾ പോയപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു കോളേജ്. സോ ദാറ്റ് ആ പരിസരത്തിൽ നടന്ന് നമ്മൾ അവിടേക്ക് എത്താണ്. അപ്പോൾ ഈ ഒരു കഥകളി ആക്ട് കാണാൻ മാത്രമല്ല, പണ്ട് ദുബായിൽ ഞാൻ നിന്ന സമയത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെയും കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയും ഫ്രണ്ട്സ്, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ്, അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേര് ഇപ്പോഴും ഇല്ല, അവരൊക്കെ ചിലർ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഉള്ളവരെ മാത്രം കാണാൻ പറ്റി. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ കഥകളി ഇഷ്ടമുള്ളവരാണ്. ഗൾഫിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുള്ളതാണ്. ഈ തിരുനോട്ടം വരുമ്പോൾ ഭയങ്കര 3 ദിവസമൊക്കെയാണ്. ആൻഡ് മോർണിംഗ് തൊട്ട് രാത്രി വരെ പ്രോഗ്രാംസ് ആണ്. സോ ഇന്ന് അവർ രാവിലെ തൊട്ട് രാത്രി വരാൻ തോന്നുന്നുണ്ട് ഈ ഒരു അരങ്ങ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ. ആൻഡ് അതിലേക്ക് ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആൻഡ് എവറിത്തിങ് വാസ് പ്രൊവൈഡഡ്, ഫുഡ് വാസ് പ്രൊവൈഡഡ്. ആൻഡ് ആസ് യൂഷ്വൽ വാട്ട് ഐ ലവ് അബൌട്ട് ദിസ് വേദി ഇസ് ദാറ്റ് ദർ വാസ് എ സൈഡ് സ്ക്രീൻ. ആ സൈഡ് സ്ക്രീനിൽ എല്ലാം ബിറ്റ് ബൈ ബിറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിക്കണേ, എന്ത് സീനാണ്, എന്ത് രാഗത്തിലാണ് പാട്ട് പാടിയേക്കണേ ഒക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയി. അപ്പോൾ ഞാൻ തോന്നി, ഓക്കെ, ഐ ഹാവ് ടു സീ ദ ബിഹൈൻഡ് ദ സീൻസ് ഓഫ് കഥകളി പെർഫോമിങ്സ്. മാത്രമല്ല, അതെങ്ങനെയാണ് വേഷം കെട്ടണത്, അതിൻ്റെ തോരണകളാണ് ഈ നിങ്ങൾ കാണുന്നത്. സ്റ്റേജിൻ്റെ ബാക്കിലല്ല, ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിലായിരുന്നു ഇത് സെറ്റപ്പ് ചെയ്തിരുന്നത്. വളരെ വിശാലമായ രീതിയിലായിരുന്നു. ലൈറ്റ് അവർ ഈ ബൾബ് വെച്ചിട്ടാണ്, ഇങ്ങനെ ബൾബ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് പണ്ട് തന്നെ ഇങ്ങനെ തന്നെ തോന്നുന്നുണ്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതേ ഫോർമാറ്റിൽ തന്നെ ഇപ്പോഴും അവർ ഫോളോ ചെയ്യണേ. എവ്രിബഡി വാസ് പെപ്ഡ് അപ്പ്. It was so wonderful to see the artists themselves doing the makeup. And it was a very ഒരു ഭയങ്കര കുളിർമയായിരുന്നു കണ്ണിനും. എന്താ വെച്ചാൽ ആ യെല്ലോ ലൈറ്റിൽ ഇങ്ങനെ അടിച്ചിട്ട് നോക്കിയ ആളാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. ആക്ച്വലി എന്താന്ന് വെച്ചാൽ അദ്ദേഹമായിരുന്നു നമ്മുടെ ഭീമൻ്റെ കൂടെ യുദ്ധം ചെയ്ത ഒരു മല്ലൻ എന്നാണോ പറയുക, മല്ലനാന്ന് തോന്നുന്നുണ്ട്, ഒരു റെസ്ലറായിരുന്നു. സോ ഹി വാസ് ആക്ച്വലി ഗുഡ് പേഴ്സണാലിറ്റി. ആക്ച്വലി എനിക്ക് അദ്ദേഹത്തിനാണ് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഭീമൻ ഒക്കെ ഉണ്ട്. പ്ലസ് നമ്മുടെ കഥകളി സ്റ്റാർട്ട് ചെയ്യാണ്. കഥകളി സ്റ്റാർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മത്സ്യരാജ്യത്തിലെ രാജാവിന് 2 ഭാര്യമാരുണ്ട്. അപ്പോൾ 2 ഭാര്യമാരെ വർണ്ണിക്കുന്ന ഒരു രംഗമാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ 2 കൂട്ടരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആൻഡ് അതിന് സെയിം ടൈം അവർ എഴുതണമുണ്ട് എന്താണ് സംഭവിക്കണേ, എന്ത് പാട്ടാണ് പാടണേ. ഭയങ്കര രസമായിരുന്നു. ഓരോ പാട്ട് പാടുമ്പോഴും അപ്പോൾ സൈഡിൽ അവർ എഴുതി തരുന്നായിരുന്നു. പിന്നെ അവിടുത്തെ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു ഈ ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ. അവർ ഈ ബുക്കൊക്കെ കണ്ടു. ആൻഡ് ആ ബുക്കിലുള്ള ഈ ഒരു ഭീമൻ്റെ നോട്ട് പാഡാണ് വേണമെന്ന് പറഞ്ഞത്. സോ ഹി ബോട്ട് ഇറ്റ്. ആൻഡ് ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ ബുക്സും കൊണ്ടുപോയായിരുന്നു. ബട്ട് ഇതായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് ടുഡേ. ആക്ച്വലി ഐ ലവ് ദിസ്, ദ ഫൈറ്റ് ബിറ്റ്വീൻ ഭീമൻ ആൻഡ് മല്ലൻ. അവർ തമ്മിലുള്ള ഫൈറ്റ്, ആ കർട്ടൻ റൈസർ, ആ കർട്ടൻ്റെ മുന്നിലുള്ള പെർഫോമൻസ്, രംഗം, അതെങ്ങനെയാണ് അവർ പോർട്രേ ചെയ്യണത്, ഭയങ്കര ഭംഗിയായിട്ടായിരുന്നു. സ്ട്രൈക്കിംഗ് ആയിരുന്നു. ആരും ഈ സമയത്തൊന്നും ശരിക്കും പറയാന്ന് വെച്ചാൽ ആരും ഉറങ്ങില്ല. ബിക്കോസ് അത്ര
ഭയങ്കര സ്ക്രീമായിട്ടായിരുന്നു അവർ വന്നത്. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ദിയർ ഫൈറ്റ് ഭയങ്കര രസമായിരുന്നു. കുറേ കൂകി വിളിച്ചു. ഏറ്റവും രസമുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വില്ലൻ റോൾസിലാണ് കഥകളിയിൽ വായ തുറക്കാൻ പറ്റുള്ളൂ. ഈ ബാലി സുഗ്രീവനിലായാലും അതെ, അവർക്ക് വായ തുറക്കാം. ഒരാൾക്കും ക്യാരക്ടേഴ്സിന് വായ തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് ദ ഒൺലി വില്ലൻ ദാറ്റ് ഇസ് ടോക്കിംഗ് ഓൺ ദ സ്പോട്ട്. ആൻഡ് എവ്രിബഡി വാസ് ലൈക്ക്, ഒരു കിഡ്സ് എങ്ങനെ ഫൈറ്റ് ചെയ്യുക അങ്ങനെയായിരുന്നു ഇത്. ആക്ച്വലി ഐ ലവ് ദിസ്. ഇറ്റ് വാസ് ലൈക്ക് എത്രയെന്ന് അറിയില്ല, എത്ര മണിക്കൂർ ഫൈറ്റ് ഉണ്ടായിരുന്നത്. ആൻഡ് ദിസ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. എൻ്റെ ആ പേപ്പർ അവർ യൂസ് ചെയ്തു. ദേ വാസ് റൈറ്റിംഗ് സംതിങ് ആൻഡ് അവരുടെ കൂടെ ഒരു സെൽഫിയൊക്കെ ചെയ്തു. ഇത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. അവർ ഭയങ്കരമായിട്ട് ചിരിച്ചു. പിന്നെ വന്നതാണ് കീചകൻ്റെ എൻട്രി ആയിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും നമ്മൾക്ക് പോകാനുള്ളൊരു തിരിച്ചു വരാനുള്ളൊരു ഇതായിരുന്നു. ബട്ട് ഇവരുടെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കോംബോ ഇസ് ദ ബെസ്റ്റ് കോംബോ ഓഫ് ടുഡേയ്സ് കഥകളി തിങ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു സേ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. എനിക്ക് താങ്ക് യു ടു ദം ആക്ച്വലി, ബിക്കോസ് ഐ ഗോട്ട് ടു ക്രിയേറ്റ് ഓൺ ദ സ്പോട്ട് ആൻ ഇലസ്ട്രേഷൻ ആൻഡ് ദിസ് വാസ് ഇറ്റ്. ഇതായിരുന്നു യുദ്ധകലാശം എന്ന് വെച്ചാൽ എനിക്ക് മലയാളം പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷേ ദിസ് ഇസ് ഐ സീരിയസ്ലി ഐ ലവ്ഡ് ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് യു ലവ് ദിസ് കുട്ടി കഥകളി വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ.